ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ളൊരു റീഹാബിലിറ്റേഷൻ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതിൽ പല ആൾക്കാരും 3 മാസം കഴിഞ്ഞാൽ മതി, 6 മാസം കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അതിനെ തള്ളി നീക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ആക്ച്വലി ഐ തിങ്ക് ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് സൂൺ ആഫ്റ്റർ ദ സ്ട്രോക്ക് അല്ലെ, ഫ്രം ICU. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് യുവർ പോയിന്റ് ഓൺ ദാറ്റ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ശ്യാംലാൽ സാർ പറഞ്ഞ പോലെ നമ്മളൊരു അഡ്വാൻസ്ഡ് സ്ട്രോക്ക് കെയർ സെൻറ്ററിലാണ് യഥാർത്ഥത്തിൽ സ്ട്രോക്ക് ചികിത്സിക്കേണ്ടത്. അവിടെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു 24 തൊട്ട് 48 മണിക്കൂറിനകത്ത് സ്ട്രോക്ക് വന്നപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. വേർ വി ഹാൻഡ് ഇൻ ഹാൻഡ് ന്യൂറോളജിസ്റ്റുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അത് കഴിഞ്ഞ് വൺസ് ദ പേഷ്യൻ്റ് ഈസ് മെഡിക്കലി സ്റ്റേബിൾ ദ ലൈഫിൻ്റെ ക്രിട്ടിക്കാലിറ്റി കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ വിറ്റ് ഈസ് ദ റീഹാബിലിറ്റേഷൻ മെഡിസിൻ. അവിടെയാണ് അതെന്ന് പറയുന്ന ഏകദേശം ഒരു നോർമൽ സ്ട്രോക്കിനാണെങ്കിൽ വിച്ച് വിൽ ടേക്ക് അബൌട്ട് 5 days to 7 days, അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേറ്റഡ് സ്ട്രോക്ക് ആണെങ്കിൽ മേ ബി 2 weeks. അത് കഴിഞ്ഞ ഉടനെ ഇൻറ്റൻസ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ അപ്പം സ്റ്റാർട്ട് ചെയ്യണം. റീഹാബിലിറ്റേഷൻ ഷുഡ് സ്റ്റാർട്ട് ഏർലി. ഒരു 24 മണിക്കൂർ സ്ട്രോക്ക് വന്ന് ഒരു 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഒരു ഇൻറ്റൻസ് റീഹാബിലിറ്റേഷൻ. വൺസ് മെഡിക്കലി സ്റ്റേബിൾ ഏകദേശം ഒരു 5 ദിവസം തൊട്ട് ഒരു 2 ആഴ്ചക്കകത്ത് വരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്, ഡിപ്പെൻഡിങ് ഓൺ ദ സ്ട്രോക്ക് സിവിയറിറ്റി. ഇത് പലപ്പോഴും ആൾക്കാർക്കൊരു മിസ്കൺസെപ്ഷൻ ഉള്ള ഒരു ഏരിയയാണ്. എസ്പെഷ്യലി എന്നോട് ചോദിക്കാറുണ്ട്, ഉടമ്പ് ശരിയല്ല, ഉടമ്പ് ശരിയായിട്ട് പണിയാ പോരെ. അതാണ് ഏറ്റവും കൂടുതൽ വരാറ്. അപ്പം നമുക്കിവിടെ നമ്മൾ എത്രത്തോളം നമ്മൾ ടൈം കളയുന്നു, എത്രത്തോളം ടൈം കഴിയുന്നു, അത്രത്തോളം നമുക്ക് റിക്കവറി പൊട്ടൻഷ്യൽ കുറയാണ്. ഇപ്പോൾ സ്ട്രോക്കിന് നമ്മൾ ആ ഗോൾഡൻ ടൈം പറയുന്ന പോലെ റീഹാബിലിറ്റേഷൻ്റെ ഗോൾഡൻ ടൈം എന്ന് പറയുന്ന ഫസ്റ്റ് 3 months ആണ്. അതിലും എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഫസ്റ്റ് ഇനിഷ്യൽ 6 weeks എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലാണ്. അപ്പം റീഹാബിലിറ്റേഷൻ ഇമ്മീഡിയറ്റ്ലി നൽകേണ്ടതാണ്. എല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് തിരിച്ചു വരാം എന്നുള്ള ഒരു പഴയ കാഴ്ചപ്പാടുണ്ട്. അത് മറക്കേണ്ടതാണ്, മാറ്റേണ്ടതാണ്. കാരണം നമ്മൾ റിക്കവറിനെയാണ്, നമുക്കൊരു ബെറ്റർ ഔട്ട്കമ്മിന് വേണ്ടിയാണ് നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം. അപ്പോൾ അത് നേരത്തെ തന്നെ തുടങ്ങേണ്ടതാണ്. മരുന്നുകൾ മാത്രം മതിയോ റിക്കവറിക്ക് എന്നാണ് അടുത്ത ചോദ്യം. ഓക്കെ, റീഹാബിലിറ്റേഷൻ മെഡിസിൻ എന്ന് പറയുമ്പോൾ തന്നെ മരുന്നുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. മരുന്നുകളുടെ കൂടെ തന്നെ നമുക്ക് ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ് ടെക്നോളജിക്കൽ മാക്സിമം യൂട്ടിലൈസേഷൻ വേണം ഇവിടെ. അതായത് നമുക്ക് ഒരു ബ്രെയിനിൻ്റെ ഒരു ഭാഗം നശിച്ചു കഴിഞ്ഞാൽ റിക്കവറി വരുത്തണമെങ്കിൽ നമുക്ക് ആ ബ്രെയിനിനെ റീലേൺ ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ പുതിയ കണക്ഷൻസ് ഉണ്ടാക്കണം, റീഓർഗനൈസ് ചെയ്യണം. നമ്മുടെ ഇതിൽ പറഞ്ഞ ഒരു മോട്ടോർ എൻഗ്രാം ഉണ്ടാക്കണം. അതായത് ഒരു പുതിയ സർക്യൂട്ട് ഉണ്ടാക്കണം. ഒരു പുതിയ സർക്യൂട്ട് ഉണ്ടാക്കണമെങ്കിൽ നമുക്കതിന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം വേണം. അത് ഒരുപാട് തവണ നമുക്കത് ചെയ്താൽ മാത്രമേ നമ്മൾ അതിലേക്ക് എത്തുള്ളൂ. ഇതിനെല്ലാം മരുന്നുകൾ മാത്രം പോരാ, ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മൾട്ടി ഡിസിപ്ലിനറി പ്രൊഫഷണൽസിൻ്റെ ഒരാൾ വിചാരിച്ചാൽ നമുക്ക് റിക്കവറിയിലേക്ക് വരാൻ പറ്റില്ല. റീഹാബിലിറ്റേഷനിലെ ഡോക്ടേഴ്സ്, ന്യൂറോളജിസ്റ്റ്, ന്യൂറോ സർജൻസ്, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ്, ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ്, റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ്, റീഹാബിലിറ്റേഷൻ നഴ്സ്, അങ്ങനെ ഒരുപാട് പേർ ചേർന്ന് നമ്മുടെ സ്ട്രോക്ക് വന്ന വ്യക്തിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. താങ്ക് യു മാം.